ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാനുള്ള സാധനങ്ങളൊക്കെ അരിഞ്ഞ് വെച്ച് ചിക്കനൊക്കെ കട്ട് ചെയ്ത് മാരിനേറ്റ് ചെയ്ത് വെച്ച ശേഷമാണ് ഞാൻ ബസ്മതി റൈസ് ഇല്ലല്ലോ എന്നുള്ളത് ആലോചിക്കുന്നത്. സമ്മർ വെക്കേഷൻ നാട്ടിൽ പോയ കാരണം ഞാൻ തീർന്ന സാധനമൊന്നും റീസ്റ്റോക്ക് ചെയ്തിട്ടില്ലായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഈ രണ്ടും കൽപ്പിച്ച് ജീരകശാല അരി ബാക്കിയുണ്ടായിരുന്നു, അതിൽ വെച്ചിട്ട് ഉണ്ടാക്കാന്നുള്ളത്. ബസ്മതി റൈസ് തീർന്നത് നന്നായും തോന്നി, കാരണം ഇങ്ങനൊരു ഐഡിയ കിട്ടിയല്ലോ. ഇവിടെ എൻ്റെ മോള് തീരെ കഴിക്കില്ല ഫ്രൈഡ് റൈസ്, അവൾ വരെ കഴിച്ചു. ഇത് നല്ലതായിരുന്നു. ചെറുതായി കട്ട് ചെയ്ത ബോൺലെസ് ചിക്കനിൽ 2 ടേബിൾ സ്പൂൺ കാശ്മീരി റെഡ് ചില്ലി പൗഡർ, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ ചെറിയ ജീരകം പൊടിച്ചത്, കുറച്ച് മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ വീതം കടലപ്പൊടി, കോൺഫ്ലോർ, അരിപ്പൊടി, 1 ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസ്, 1/2 ടേബിൾ സ്പൂൺ യോഗേർട്ട്, പിന്നെ കുറച്ച് കറി ലീവ്സും ഉപ്പും, 8 അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ പീസ് ഇഞ്ചി, 2 പച്ചമുളക് ചതച്ചതും കൂടി ചേർത്ത് മാരിനേറ്റ് ചെയ്തിട്ട് ഒരു 1 അവർ റെഫ്രിജറേറ്റ് ചെയ്യാം. അതിനുശേഷം അത് വെജിറ്റബിൾ ഓയിലിൽ ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കുക. പാൻ ചൂടാക്കി വെജിറ്റബിൾ ഓയിലിൽ 3 മുട്ട, ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് സോയ സോസ് ആഡ് ചെയ്തിട്ട് ഒന്ന് ചിക്കി പൊരിച്ചെടുക്കുക. കുറച്ച് കുരുമുളക് പൊടി ഇട്ട് മിക്സ് ചെയ്ത ശേഷം വെജിറ്റബിൾസ് ആഡ് ചെയ്യുക. ക്യാബേജ് എന്തായാലും ആഡ് ചെയ്യണം കേട്ടോ, നല്ലൊരു ഫ്ലേവർ കൊടുക്കും ഫ്രൈഡ് റൈസിന്. വെജിറ്റബിൾസിൻ്റെ കൂടെ കുറച്ച് വെളുത്തുള്ളി സ്ലൈസ് ചെയ്തതും കൂടി ആഡ് ചെയ്യണേ. ഹൈ ഫ്ലെയിമിൽ 5 മിനിറ്റ് വഴറ്റുക. ആവശ്യത്തിന് ഉപ്പും കുരുമുളക് പൊടിയും ചേർത്ത് നല്ലോണം ഒന്ന് ഹൈ ഫ്ലെയിമിൽ വീണ്ടും ഒന്ന് വഴറ്റിയിട്ട് അതിലേക്ക് ചോറ് ആഡ് ചെയ്യുക. ജീരകശാല അരി ഉപ്പിട്ട് തിളപ്പിച്ച് ഊറ്റിയതാണ് ഞാനിവിടെ ആഡ് ചെയ്തത്, ബസ്മതി റൈസ് അല്ല. ചോറും ആഡ് ചെയ്തിട്ട് ഒന്നുകൂടെ ഒന്ന് ഹൈ ഫ്ലെയിമിൽ ഫ്രൈ ചെയ്ത ശേഷം ചിക്കൻ ഫ്രൈ ചെയ്തത് ആഡ് ചെയ്യാം. അതിനുശേഷം വീണ്ടും ഹൈ ഫ്ലെയിമിൽ തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് സ്റ്റൗ ഓഫ് ചെയ്യാം. അപ്പം ഞാൻ ആദ്യമായിട്ടാണ് നെയ്ച്ചോറ് വെക്കണ അരി കൊണ്ട് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുന്നത്. ഇത്ര ടേസ്റ്റ് ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. പറ്റുന്നവർ ട്രൈ ചെയ്ത് നോക്കണേ.